ചോദിച്ചു ഇത് തൻ്റെ കുട്ടിയാണോന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തൻ്റെ റിലേറ്റീവ് ആണോ? അപ്പം പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തൻ്റെ റിലേറ്റീവ് ആണോ? വീണ്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഓണെന്നു. അപ്പോൾ ഈ ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ബാക്കിൽ ചെന്നിട്ട് ഈ പേരൻസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആ പുള്ളി നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അപ്പോൾ പറഞ്ഞു അല്ല ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ സത്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണോ നിങ്ങൾ എന്നൊക്കെ ഞാൻ അവരോട് ഷൗട്ട് ചെയ്തു. ഇതാണ് കൊട്ടാരക്കര കോട്ടാത്തല സ്വദേശി VS വീണ. ഒരു സാധാരണ ട്രെയിൻ യാത്രക്കിടയിൽ 6 വയസ്സുകാരിയുടെ ജീവിതത്തിൽ രക്ഷകയായ യുവതി. പാലരുവി എക്സ്പ്രസ് യാത്ര ചെയ്യുന്നതിനിടെയാണ് വീണയ്ക്ക് എതിർ സീറ്റിലിരുന്ന ഒരാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയത്. ആദ്യമായി ഇയാൾ വീണയെയും ശല്യം ചെയ്യാൻ ശ്രമിച്ചു. ദേഷ്യത്തോടെ പ്രതികരിച്ചതോടെയാണ് ഇയാൾ പിൻവാങ്ങിയത്. പക്ഷേ അവിടെ തന്നെ കാര്യങ്ങൾ അവസാനിച്ചില്ല. അല്പസമയത്തിന് ശേഷം ട്രെയിനിൽ എല്ലാവരും ഉറക്കത്തിലായിരിക്കെ ഒരു കുഞ്ഞിനെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് അയാൾ കൊണ്ടുവരുന്നത് വീണ കണ്ടു. ആദ്യ നിമിഷം അതൊരു അച്ഛൻ്റെ സ്നേഹമായി തോന്നി. പക്ഷേ പിന്നാലെ കണ്ട കാഴ്ചകൾ വീണയെ ഞെട്ടിച്ചു. സംശയം തോന്നിയ ഉടൻ റീൽസ് കാണുന്നത് പോലെ നടിച്ച് വീണ മൊബൈലിൽ വീഡിയോ പകർത്താൻ തുടങ്ങി. കുഞ്ഞ് അയാളുടേതല്ലെന്ന് സഹയാത്രികരിൽ നിന്ന് ഉറപ്പായതോടെയാണ് ഓരോ നീക്കവും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചത്. ഇപ്പം തൊട്ട് ബാക്കിൽ തറയിൽ, അതായത് ട്രെയിനിന്റെ ഫ്ലോറിൽ തന്നെ ആ കുട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുതപ്പ് മൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിയുടെ പേരൻസും കുറെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. ആ ബോഗിലുള്ള ഒട്ടുമിക്ക പേരും ഉറക്കമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് മടിയിലിരുത്തുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടി അയാളുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മോളെ കെയർ ചെയ്യുന്ന പോലെയായിരുന്നു പുള്ളിയെ. കുഞ്ഞിനെ തലോടുന്നു, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ, അതൊരു ഓവർ ആക്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനിത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന പുള്ളി മനസ്സിലായപ്പോൾ തന്നെ പുള്ളി ഉറങ്ങുന്ന രീതിയിലൊക്കെ എന്നെ കാണിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയെ നോക്കാതെ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു. അപ്പം വീഡിയോയിലൂടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോഴേ ഈ വിൻഡോ സൈഡിലായിരുന്നു പുള്ളി ഇരുന്നിരുന്നത്. ഈ കുഞ്ഞിനെ മടിയിൽ വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക് മറച്ചു. കുട്ടിയുടെ ശരീരത്തായിരുന്നു പുള്ളിയുടെ കൈ ഇരുന്നത്. ഇപ്പോഴും തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ അടുത്തിരുന്ന ചേട്ടനോട് പറഞ്ഞു, പുള്ളി ഒരു തമിഴനായിരുന്നു, പുള്ളി ഉറങ്ങുമായിരുന്നു. പുള്ളിയെ വിളിച്ചുണർത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അത് അയാളുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, ഈ പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, ആ കുട്ടി അതിന് മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് റിലേറ്റീവ് ആണോ? അപ്പോൾ പറഞ്ഞു അല്ല, അയാൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അയാളുടെ ക്യാരക്ടർ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നില്ല, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്, ആ കുട്ടി അയാൾ എന്തെങ്കിലും ചെയ്യുക. അപ്പം പുള്ളി ആന്നൊക്കെ പറഞ്ഞ് തല കുലുക്കിയിട്ട് പുള്ളി അനങ്ങാതെ വീണ്ടും ഇങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചു. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനപ്പോൾ ഇത് വിചാരിച്ചു ഈ പുള്ളി എന്താ, അപ്പം ഞാൻ വിചാരിച്ചെന്ന് അവരാണുങ്ങളല്ലേ, അപ്പം അവരെ പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത്, ആൾ ശ്രദ്ധിച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അയാൾ പുള്ളി പ്രതികരിച്ചില്ല. അതിനുശേഷം ഈ കൈ വെച്ചിട്ട് വീണ്ടും പുള്ളി ഈ ബെഡ്ഷീറ്റ് മറച്ചിട്ട് ഈ കൈ ഉപയോഗിച്ച്, കുഞ്ഞാണെങ്കിൽ ഒരു ചെറിയ ടീഷർട്ടും ഒരു ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്. ഈ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് കുഞ്ഞിന്റെ അതായത് ഷോർട്സിനകത്തൂടെ കൈ പോയിട്ട് പ്രൈവറ്റ് പാർട്സിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. പിന്നീടുള്ളത് എനിക്ക് പറയാൻ തോന്നില്ല. ഒടുവിൽ കുഞ്ഞിനോട് അതിക്രമത്തിന് ശ്രമിച്ച നിമിഷം ഒരു നിമിഷം പോലും വൈകാതെ വീണ ബഹളം വെച്ചു. ആ ശബ്ദമാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. ആ വീഡിയോയാണ് പ്രതിയെ കുടുക്കിയതും. കൊല്ലം സ്വദേശി സാനിഷിനെ പിന്നീട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. இத்தனை அடி அடிச்சாச்சு. ஆமா, இன்னும் அடுத்து போலீஸ்ல கொடுங்க, பிடிச்சு கொடுங்க. எல்லாம் அடிச்சாங்க. அதுக்கப்புறம் வெளில வந்துருவான், அதுக்குள்ள வந்துருவான். அடி வாங்கிட்டு உறங்குதான். விரலாம் ஓடுங்க. பிடிக்கணும், கையை விரல முடிக்கணும். இந்த விரல இருக்குங்க, அதை ஓடிக்க பாரு. அதான் அடுத்த எதுவும் செய்ய மாட்டான். இல்லை பெண்கள் குழந்தைகள யார் ஏனே இந்த விரல பிடிச்சி ஓடிக்கிறேன். ഒരു ട്രെയിൻ യാത്രയിലുണ്ടായ ഈ സംഭവം യുവതിയുടെ ജാഗ്രത ഒരു കുഞ്ഞിൻ്റെ ജീവൻ തന്നെ രക്ഷിക്കാനായി. ഇപ്പോൾ VS വീണയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പം തന്നെ ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് കുഞ്ഞിനോട് പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇത് തൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തൻ്റെ റിലേറ്റീവ് ആണോ? അപ്പം പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തൻ്റെ റിലേറ്റീവ് ആണോ? വീണ്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ഓണെന്നു.
അപ്പൊ ഈ ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ബാക്കിൽ ചെന്നിട്ട് ഈ പേരൻസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആ പുള്ളി നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അപ്പൊ പറഞ്ഞു, അല്ല ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ സത്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണോ നിങ്ങൾ എന്നൊക്കെ ഞാൻ അവരോട് ഷൗട്ട് ചെയ്തു. അതിനുശേഷം പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? അപ്പം കുഞ്ഞിനെ ഞാൻ പിടിച്ച് മാറ്റിയിരുന്നു, കുഞ്ഞൊന്ന് പേടിച്ച് വരണ്ടിരിക്കായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു, താൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ലേ, എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, താൻ ഇതാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പുള്ളിയെ കാണിച്ചിട്ട് പുള്ളിയുടെ മുഖത്തൊരു അടിയും കൊടുത്തു. അപ്പോഴത്തേക്കിനും എല്ലാവരും ഓടി വന്ന് എന്നൊരു ചിന്ത, പെങ്ങൾ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ പോലെ ഉറങ്ങിക്കിടന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലുള്ളൊരു ഇത് കുഞ്ഞിനോട് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു, റിയാക്ട് ചെയ്തു, പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചു. ആ കുട്ടിയുടെ അമ്മയും കുറെ ഉപദ്രവിച്ചു പുള്ളിയെ. അങ്ങനെ പിന്നെ പോലീസിനെ ഞാൻ തന്നെയാണ്, എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ പോലീസിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ചേട്ടന്മറയിൽ കൊടുത്തു. പോലീസിന് ആദ്യം കുറെ വട്ടം വേറെ കുറെ നമ്പറിലൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നില്ല. പിന്നെ പുനലൂർ പോലീസിനെയാണ് വിളിച്ചത്. അവരെ വിളിച്ച് ഇൻഫോം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ട്. ഒരുപക്ഷെ ഞാനത് കാണാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പം ആ കുട്ടി നാളെ നമ്മൾ വേറൊരു രീതിയിൽ വാർത്തയിൽ ചിലപ്പോൾ അടുത്ത സ്റ്റോപ്പിലായാൽ അതിനെ കൊണ്ടുപോയനെ, അതിനെ ഉപയോഗിച്ചേനെ, ശേഷം അതിനെ കൊന്നു തള്ളിയേനെ. അപ്പം പിന്നീട് നമ്മളൊരു ദുഃഖം അറിയിച്ചിട്ട് ഒരു ആദരാഞ്ജലി അറിയിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്.